മണിയാ മണിയാ ഇവനിത് എവിടെ പോയി കിടക്കുന്നു? ഓ, നീ ഇവിടെ തന്നെ കുടിയിരിക്കുകയാണല്ലേ? വന്ന ഉടനെ ഇറക്കി വിട്ടില്ല അവനെ അവകാശം സ്ഥാപിക്കാൻ. അങ്ങനെ ജയിച്ചു എന്നൊന്നും ആരും വിചാരിക്കണ്ട. നിന്നെ അനുഭവിപ്പിക്കും ഞാൻ. നോയിക്കോ. ഇതിൽ കൂടുതൽ എന്ത് അനുഭവിക്കാൻ? എന്നെ ഈ നരകത്തിൽ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞല്ലോ. ആര് പറഞ്ഞത് നിന്നോട് ഇങ്ങോട്ട് വലിഞ്ഞേറി വരാൻ? ഇറങ്ങി പോടി ഉല്ലേ. എവിടേക്ക്? ജീവിക്കുന്നെങ്കിൽ അത് ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കും. ഇതിലെ വെള്ളം ഇവിടെ പോയി. ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കുടിച്ചു. കുടിക്കേ? എന്താ, എനിക്ക് വെള്ളം കുടിക്കാൻ പാടില്ലേ? ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ പോലും അതിനെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിചാരം ആർക്കുണ്ടാവും? ഇങ്ങനെ പട്ടിണി അടക്കാനായിരുന്നെങ്കിൽ നിന്നെ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വിടില്ലായിരുന്നു. ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാ? അവനെയോ? നിനക്ക് വേണ്ടെങ്കി വേണ്ട. വയറ്റിലൊരു ജീവൻ വളരുന്നില്ലേ? അതെങ്കിലും നീ ഓർക്കണ്ടേ? വാശി കളഞ്ഞിട്ട് വല്ലതും ഒന്ന് കഴിക്കാൻ നോക്കുമോളെ. എന്നും ഭക്ഷണം ഒരുക്കി തരാൻ ചേച്ചി ഉണ്ടാവോ? സ്വയം കണ്ടറിഞ്ഞെല്ലാം ചെയ്യുമെന്ന് നോക്കട്ടെ. ഇക്കാര്യത്തിൽ എനിക്ക് അല്പം വാശി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഭക്ഷണത്തോട് വാശി പിടിച്ച് ഇങ്ങനെ പട്ടിണി അടക്കരുത്. അത് ദൈവദോഷ. അല്ല, എന്താ നഴ്സമ്മ പുതിയ കൂട്ടിയിരിക്കുക? എന്ത് പറയാനാക്കാ, രാവിലെ മുതൽ പട്ടിണി ഇരിക്കുക. എന്താ നിങ്ങൾക്ക് നോമ്പാ? അല്ല, അച്ചുട്ടില്ല ഇവിടെ? അവൻ രാവിലെ ഇറങ്ങിപ്പോയതാ. കാട്ടുപോയിക്കെന്ത് ചങ്കരാന്തി. ഓനുണ്ട് ഇത് വല്ലതും തിരിയാൻ പോണ്? ഇത്രയും കാലം പെണ്ണും പെടുക്കോ ഇല്ലാണ്ട് ജീവിച്ചോനല്ലേ. മോള് വിഷമിക്കണ്ട. ആളൊരു മുരടനാണെങ്കിലും ഓന്റെ കൽബ് നല്ലതാ. ഞമ്മക്കറി അസലായിട്ട് ഓനെ. പിറന്നു വീണ് തന്നെ എത്തിയുമായിട്ടാ. നാട്ടുകാരാട്ടും തുപ്പും കേട്ട് തെരുവിൽ വളർന്ന ഓന് ഈ ദുനിയാവിനോട് തന്നെ പകയാ. ചില രാത്രിയിൽ ഓന് നമ്മളെ മുമ്പിലിരുന്ന് കൽബ് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. എന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതൊക്കെ ഓന് കിട്ടിയിട്ടുമില്ല. ഇനി അതൊക്കെ ഓന് കൊടുക്കാൻ മോക്കേ കഴിയും. ഈ ടാബ്ലറ്റ് കഴിക്കുന്നതേ ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാ. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും കുടിക്കണം. എന്താ ബിരിയാണി? ബിരിയാണിയാ? ഈ സമയത്ത് നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് കഴിക്കേണ്ടത്. അതിലാണ് ആവശ്യമുള്ള വിറ്റമിൻസും കാൽഷ്യം ഒക്കെ ഉള്ളത്. അല്ലാതെ ഈ ബിരിയാണി കഴിച്ചിട്ട് എന്താ? ആ ബിരിയാണിയിൽ ഇതുപോലെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരങ്ങനെ പലതും പറയും. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവള് കഴിച്ചേ പറ്റൂ. അച്ചൂട്ടി, ഇവിടെ ഒരു അടുക്കളയുണ്ട്. വെച്ച് വിളമ്പി തരാൻ ഒരാളും ഉണ്ട്. അത്യാവശ്യത്തിന് കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്താലേ ഒന്നുമില്ലെങ്കിലും വായിക്ക് രുചിയായിട്ട് നിനക്കെന്തെങ്കിലും കഴിക്കാമല്ലോ. ഇതൊന്ന് ആലോചിക്കാവുന്നതാ. ഓ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയം വരട്ടെ വേളെ. എന്താ ഇത്? ഇതല്ല ഉസ്താദ് തന്നു വിട്ടതാ. 2 ദിവസത്തേക്കുള്ളതാ. 2 ദിവസത്തേക്ക് ഇത്രയും സാധനങ്ങളോ? ഞാൻ ആദ്യം കരുത് ഉസ്താദ് എന്താ ആദ്യം കച്ചവടം ചെയ്യാൻ പോവാനാന്നാ. പിന്നീട് എനിക്ക് വിവരം മനസ്സിലായത്. ഇത് കണ്ടോ, ഇത് നിറയെ വിറ്റമിൻസാ. ABCD മുതൽ PWD വരെ ഇതിനകത്തുണ്ട്. പടവലം കൊണ്ട് വലുപ്പം കണ്ടെന്റെ പെങ്ങളെ പെരുമ്പാമ്പ് പോലെയാ. ഇത് പിടിച്ചേൻ എന്റെ അമ്മോ. ഇനിയും 2 ലോഡ് സാധനങ്ങൾ ഇറക്കാനുണ്ട്. ഇതെല്ലാം ഞാൻ അകത്ത് കൊണ്ടുവയ്ക്കാം. പെങ്ങളെന്റെ പിന്നാലെ പോലെ. എന്റെ കട്ടിലവിടെ പോയി. ദേ ഇവിടെ കിടപ്പുണ്ട്. ആര് പറഞ്ഞു അതെടുത്ത് ഓടിയിടാൻ? പുറത്ത് നല്ല മഞ്ഞ. അതൊക്കെ ഞാൻ കുറെ കൊണ്ടതാ. എനിക്ക് അവിടെ കിടന്നാലും ഉറക്കം വരുള്ളൂ. അതെ, ശത്രുക്കളാ ചുറ്റും. കയ്യും മുഖവും കഴുകി വന്ന ഭക്ഷണം എടുത്തു വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. എന്നാ എനിക്കും വേണ്ട. നിന്റെ കുഞ്ഞിന്
നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിലേ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവൾ കഴിച്ചേ പറ്റൂ. ഉറങ്ങിയോ? എനിക്ക് വിശക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് വിശപ്പില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് വേഗം എടുത്തേ. നോക്കി നിൽക്കാതെ എടുത്ത് കഴിക്കരുതോ? കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ഉം. അതങ്ങനെയാ. വേണ്ട, ഞാൻ എടുത്തോളാം. അതിനിടെ തലക്കിട്ടടിക്കുന്നു. മതി, നിർത്തി. മൊരടൻ. വേറെ പാത്രം ഒന്നും ഇല്ല ഇവിടെ. ഇത് ഇങ്ങനെയാ. എന്ത് ചോദിച്ചാലും കാര്യം പറയാം. അതെങ്ങനെയാ ഇതിങ്ങനെയാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഓ, അതെ, നിലത്ത് കിടക്കണ്ട. കട്ടില് വേണമെങ്കിൽ അകത്തിട്ട് തരാം. വേണ്ട, ഞാൻ പായൽ കിടന്നോളാം. അല്ല, ഈ തണുപ്പ് തട്ടി കുഞ്ഞിനെന്തെങ്കിലും? കുഞ്ഞ് എന്റെ വയറ്റിലല്ലേ, ഒന്നും പറ്റില്ല. ആ അതെ, ആ വാതിലും കിടച്ചേക്ക്. അതെന്തിനാ? പുറത്ത് കാവലുണ്ടല്ലോ. ഇവിടെ വാടി. നീ എന്റെ പെണ്ണാണ്. ഇനി എല്ലാവരും നിന്നെ അങ്ങനെ കാണാവൂ. അച്ചോട്ടിയുടെ പെണ്ണ്. കരയുന്നു. മോളെ, ചേച്ചി എന്തോ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ. അച്ചൂട്ട്, ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ. ഇവളുടെ കണ്ണ് നിറയാൻ ഒരിക്കലും നീ ഇടവരുത്തരുത്. പാല്. എന്തിനാ ഇത്? എനിക്ക് ഈ നേരത്ത് ഇതൊന്നും കുടിച്ച് ശീലമില്ല.
അതറിയാ. പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട്. ചടങ്ങോ? ഉം. ഇത് കുടിച്ചേ പറ്റൂ. ആ മതി മതി മതി. അതെന്തിനാ ബാക്കി കുടിക്കുന്ന? വേറെ പാലില്ല ഇവിടെ. അതങ്ങനെയാ. ആ ഉം. ഉം. ഛെ. ആ. ഉം. ഈ മുഖത്തിന് ഇതാ ചേരുന്നത്. ആണല്ലേ? ഉം. അച്ചൂട്ടി. ആരായി പേരിട്ടത്? ആ അറിയില്ല. ഓർമ്മ വെച്ച നാള് മുതൽ എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നേ. അച്ചൂട്ടി. ഞാൻ അങ്ങനെ വിളിക്കില്ല. ഞാൻ അച്ചുവേട്ടാന്ന് വിളിക്കട്ടെ. അച്ചുവേട്ടൻ. അച്ചുവേട്ടൻ. ഒന്ന് വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടൻ. ഒന്നോട് വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടാ. സിന്ധു, സിന്ധു. ഉറങ്ങായിരുന്നു? എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക? ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അവിടെ ഇരിക്കേ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാന്ന് അച്ചുവേട്ടൻ അറിയില്ലേ? അതാണോ? ദേ ഇത് പിടിക്കേ. എന്നിട്ട് എത്രയുണ്ടെന്ന് എണ്ണി നോക്ക്. പിടിക്കുന്നേ. ആരുടെ ജീവന്റെ വിലയായത്? ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു ചില്ലിക്കാശ് വാങ്ങിയിട്ടുമില്ല. മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോ ജീവിക്കണമെന്നൊരു തോന്നൽ. ദൂരെ എവിടെയെങ്കിലും പോയി കുറച്ച് സ്ഥലം വാങ്ങണം. എന്നിട്ടതിൽ ചെറിയൊരു വീടുണ്ടാക്കണം. അവിടെ നീയും നമ്മുടെ കുഞ്ഞും പിന്നെ ഞാനും. എന്താ? വേണം, എല്ലാം വേണം. പക്ഷെ അതൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കണം. അച്ചുവേട്ടന്റെ കയ്യിൽ നോട്ടുകെട്ടുകൾ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം തിരിച്ചു വരും എന്ന് ഉറപ്പോടെയാ കാത്തിരിക്കുന്നത്. പക്ഷേ അച്ചുവേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുന്നുള്ളതിന് എനിക്കെന്താ ഒരു ഉറപ്പ്? വേറെ എന്തെല്ലാം ജോലികളുണ്ട് ഈ നാട്ടിൽ. എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എന്റെ അച്ചുവേട്ടനുണ്ടല്ലോ. എന്നെയും എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകരുത്. എല്ലാം അവസാനിപ്പിക്കണം, എല്ലാം. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ്
അവനെ നന്നായി വളർത്തണം, വലിയവനാക്കണം. ഇനി ഇതിനൊന്നും പോവില്ലെന്ന് എന്നോട് സത്യം ചെയ്. എല്ലാം ഇന്നോട് നിർത്തിയെന്ന് സത്യം ചെയ്. കുളിച്ച നന്നായി തോർത്തണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കില്ല. ഇവിടെ ഇരുന്നേ, ഇരിക്കെ. മതി. ഇരിക്കാൻ. എന്താ അച്ചോട്ടാ ഇത്? ഞാൻ എന്റെ മോനെ മുമ്പ് വെച്ചതല്ലേ. ദേ അച്ചോട്ടാ, കുറച്ച് കൂടുന്നുണ്ട്. അത് ശരി. ആ അതെ, ശാന്തയെടുത്ത് ഗുരുവായൂർക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. നേർച്ച നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തണം. നടത്തിക്കളയാ. ആ പിന്നെ ഒരു കാര്യം ചെയ്യാം. 2 ദിവസം മുമ്പേ നമുക്ക് ഗുരുവായൂർക്ക് പോവാം. അതെന്തിനാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ എങ്ങും പോയില്ലല്ലോ. നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് മാത്രമായിരിക്കില്ലെന്ന്. നീയും നമ്മുടെ മോനും ഞാനും ഒക്കെ കൂടിയുള്ള ഒരു മധുവിധു യാത്ര. ഈ അച്ചോട്ടിന്റെ ഒരു കാര്യം, കുഞ്ഞിനെയും കൊണ്ടാണോ മധുവിധു യാത്ര? എന്താ കുഴപ്പം? എന്താ ഇവിടെ ആരും ഇല്ലേ? ഇത് ആരും വിളിക്കുന്നു. മോളു, നാളെ മോളുടെ ചോറൂണാ, അതിൽ ക്ഷണിക്കാൻ വന്നതാ. ഇവിടെ ഇല്ലേ? ഉണ്ട്, വാ. ഞാനിപ്പോ വരാവേ. അച്ചോട്ടാ, മോളുടെ ചോറൂണാ നാളെ. നിങ്ങൾ രണ്ടുപേരും കൂടി വരണം. നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ ദുഷ്ട. എന്താ വരില്ലേ? വരാം. ദേ, വന്നില്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചിന് ചോറൂണിന് ഞങ്ങളും വരില്ല കേട്ടോ. വരട്ടെ. നിങ്ങൾ എവിടെ ഇരിക്കും? ഞാൻ ചായ ഇടാം. അയ്യോ വേണ്ട, ഇനിയും 2-3 വീടുകൾ ക്ഷണിക്കാനുണ്ട്, പിന്നീടാവാം. ശരി. അച്ചോട്ടാ, സിന്ധു, അയ്യോ എന്തായി കാണിക്കുന്നേ? നിന്റെ തലയിൽ ഇടുത്തി വീഴും, ലോറി ഇടിച്ച് ചാകും, തെമ്മാടി, തെണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ശപിച്ചിട്ടുള്ളവർ ഇന്ന് എന്നെ വന്ന് അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോ എനിക്ക് സിന്ധു, നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നോടെ എല്ലാവരും എന്നെ ഒരു മനുഷ്യനായി കാണാൻ തുടങ്ങിയത്. എന്റെ ഈ ജന്മം മുഴുവനും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുക. എന്താ അച്ചോട്ടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ.